സൂറത്തുൽ ഖസസിൽ നമുക്ക് കാണാം, ഫസഖാ ലഹുമാ ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير. يا سبحان الله. മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് വെള്ളം കൊടുത്തു, ആ ആടുകൾക്ക് വെള്ളം കൊടുത്തു. എന്നിട്ടൊരു മരത്തിൻ്റെ തണലിൽ ചാരിയിരുന്നു. എന്നിട്ട് ദുആ ചെയ്തു, റബ്ബി, എൻ്റെ റബ്ബെ, ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. റബ്ബെ, നീ എനിക്ക് ഏത് ഖൈർ ഇപ്പോൾ ഇറക്കി തന്നാലും അതിന് ഞാൻ ആവശ്യക്കാരനാണ്. മുൻഗാമികൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, മൂസാ അലൈഹിസ്സലാം തൻ്റെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണ്. കഴിക്കാൻ ഭക്ഷണമില്ല, മരത്തിൻ്റെ ഇലകളും മറ്റുമാണ് കഴിച്ചത്. വരുന്ന വഴിയിൽ പാദരക്ഷകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ചെരുപ്പില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല, വയറൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ മരത്തിൽ ചാരിയിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ ഖൈറിൻ ഫഖീർ. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ അന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകാരാണ് മൂസാ നബി അലൈഹിസ്സലാമാണ്. അപ്പോൾ നോക്കൂ, ഈ അവസ്ഥയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ, എന്തു ചെയ്യണമെന്നറിയാതെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയാൽ കൊല്ലപ്പെടും. ഭക്ഷണമില്ല, കയറി കിടക്കാൻ ഒരു കൂരയില്ല, ഒന്നുമില്ല. ഒരു മരത്തണലിൽ ചാരിയിരുന്ന് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ, എന്തൊരു പ്രയാസത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടിലകപ്പെട്ട ആളുടെ ദുആ ആണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെയുള്ളവരുടെ ദുആക്ക് ഉത്തരം നൽകുന്നവനാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅാ വയക്ഷിഫു സ്സൂഅ വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ്. അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅാ. മുദ്ദർ, പ്രയാസത്തിലകപ്പെട്ടവൻ, ഗതിമുട്ടിയവൻ പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകുന്നവൻ ആരാണ്? ആ റബ്ബാണോ ഖൈർ? ആ റബ്ബാണോ ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലത്? അതല്ല അവരുടെ ഇലാഹുകളോ? അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅാ വയക്ഷിഫു സ്സൂഅ, എന്നിട്ട് ആ പ്രയാസം നീക്കുന്ന, വയജഅലുകും ഖുലഫാഅൽ അർദ്, ഭൂമിയിൽ നിങ്ങളെ അനന്തരാവകാശികളായി നിലനിർത്തുന്ന റബ്ബ്, അഇലാഹും മഅല്ലാഹ്, അല്ലാഹുവോടൊപ്പം മറ്റു വല്ല ഇലാഹുകളുമോ എന്ന് ചോദിച്ചതുപോലെ മുദ്ദറിൻ്റെ, പ്രയാസപ്പെടുന്നവൻ്റെ ദുആഇന് ഉത്തരം നൽകുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. എത്ര കടുത്ത പ്രയാസമാണെങ്കിലും, ഒരു വഴിയും മുന്നിൽ കാണുന്നില്ല എങ്കിലും, എല്ലാ വാതിലും അടഞ്ഞു എന്ന് നീ വിചാരിച്ചാലും അള്ളാഹുവിനോട് തേടിക്കോളൂ, അള്ളാഹു ഉത്തരം നൽകും. മൂസാ അലൈഹിസ്സലാമിന് ഈ ദുആയിലൂടെ ലഭിച്ചത് എന്താണ്? ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ ഈ ആയത്തിൻ്റെ തൊട്ടുടനെ റബ്ബ് പറഞ്ഞത് കാണാം, ഫജാഅതു ഇഹ്ദാഹുമ, ആ രണ്ട് സ്ത്രീകളിൽ ഒരാൾ വന്നു. ഫ ആണ് അവിടെ ഉപയോഗിച്ചത്. ഫ പൊതുവെ തൊട്ടുടനെ നടന്ന കാര്യം സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുക. അപ്പോൾ തന്നെ അതാ വഴി അള്ളാഹു തുറന്നു കൊടുക്കുകയാണ്. ശേഷമുള്ള ചരിത്രം നമുക്ക് പറയാം. അതിനു മുമ്പ് നോക്കൂ, ചുരുക്കത്തിൽ മനസ്സിലാക്കൂ. ആ രണ്ട് സ്ത്രീകളിൽ ഒരാൾ വന്നു, വിളിച്ചുകൊണ്ടുപോയി. അവിടെ രണ്ട് സ്ത്രീകളിൽ ഒരാൾ മൂസാ അലൈഹിസ്സലാമിന് വിവാഹം ചെയ്തു കൊടുത്തു. അവിടെ ആടുകളെ മേയിച്ച് കഴിഞ്ഞു വർഷങ്ങൾ. അവിടെ കുടുംബത്തെ ലഭിച്ചു, ഭക്ഷണം ലഭിച്ചു, ജോലി ലഭിച്ചു, കയറിക്കിടക്കാൻ ഇടം ലഭിച്ചു. ഇതെല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ദുആക്ക് ഉത്തരം നൽകി മൂസാ അലൈഹിസ്സലാമിന് നൽകുകയുണ്ടായി.